What's up guys, I'm Salih here. Welcome back to my channel Unboxing Dude. Hey bro, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോ എൻ്റെ ഡെഡിക്കേറ്റഡ് ടു മൈ 2-3 ചങ്ക് ഫ്രണ്ട്സ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ വീഡിയോ കാണിക്കാറില്ല, കാരണം ഞാനിപ്പം സ്ഥലത്തില്ല, ഞാൻ വേറെ സ്ഥലത്താണ്. ഓക്കെ, എനിവേയാ 2-3 ഫ്രണ്ട്സിനുണ്ട് എൻ്റെ ഡെഡിക്കേറ്റഡ് ആണ്. വേറെ ഒന്നല്ല, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ താടി വളർത്താനുള്ള കട്ട താടിയൊക്കെ ഉണ്ടാക്കാൻ ഇപ്പം കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. താടിയില്ല, എനിക്കിപ്പോൾ അത്യാവശ്യം താടിയൊക്കെ ഉണ്ട്. എനിക്ക് വലിയ കട്ട നീണ്ട താടി വേണമെന്ന് ഞാൻ അങ്ങനത്തെ ഒരു വലിയ ഫാനാണ്. പക്ഷേ ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. ഇപ്പം ബുള്ളറ്റും താടി നമ്മുടെ കരിക്കിൽ പറഞ്ഞത് അതേമാതിരി താടി ഇല്ലാത്തവർക്ക് താടി ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാനിത് എത്തിയിട്ട് 2-3-4 ആഴ്ചയായി. ഇതെന്താ ചെയ്യാത്ത വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവൻ്റെ കയ്യിൽ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അവനക്ക് ഇവിടെ എത്താൻ കഴിയും. എനിവേ എന്നാലും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ താരം. ഇതിൻ്റെ പേര് തന്നെ മുസ്റ്റാക്. ഒരു മിനിറ്റ്, മുസ്റ്റാക്. ഓക്കെ, മുസ്റ്റാക് എന്നാണ് എൻ്റെ പേര്. സംഭവം കിടുവാണെന്ന് തോന്നുന്നു. എനിവേ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ അവരുടെ വിചാരം അവർക്ക് നല്ല കട്ടത്താടിയൊക്കെ ഉണ്ടെന്നാണ്. ഞാൻ കളിയാക്കുന്നത്, ഞാൻ പേരൊന്നും പറയില്ല, ജസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എന്താല്ലേ. അപ്പോൾ അവരുടെ വിചാരം നമുക്ക് താടി. പക്ഷേ ഈ താടി എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇവിടെ രണ്ട് ഒരു എന്താ പറയുക, 2 വര ഉണ്ടാവും. ഓക്കെ, ഒരു മുടി എന്നൊക്കെ വേണേൽ പറയാം. പിന്നെ ഇവിടെ 2 ഉണ്ട്. ഇതാണ് അവരുടെ താടി. എനിക്കും വലിയ താടിയൊന്നുമില്ല. എനിവേ ഞാൻ പറയണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടി ഇത് പാച്ച്, അതായത് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് താടിയൊക്കെ ഉണ്ട്. ഈ സാധനം തേച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സൽമാൻ ഭയങ്കര കട്ട താടിയൊക്കെ. സോ അവൻ്റെ അതേമാതിരി നല്ല കട്ട താടി വരാൻ ചാൻസ് വളരെ കൂടുതൽ. അങ്ങനെ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഓക്കെ, അപ്പം ഇതതിൻ്റെ വലിയ ബോട്ടിൽ, ഇതതിന് ചെറിയ ബോട്ടിൽ. നിങ്ങൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നിങ്ങളിപ്പോൾ അവിടെയും ഇവിടെ നിന്നൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങിട്ട്, പക്ഷേ ഇതൊരു ബ്രാൻഡാണ്. സോ അടിപൊളി ബ്രാൻഡാണ്. ഇത് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക. എന്തായാലും 100% 25% താടി വന്നിരിക്കും. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ട്. എനിവേ ഞാനിത് പരീക്ഷിക്കുമെന്നായിരിക്കും ഇപ്പം നിങ്ങൾ ആലോചിക്കണല്ലേ. അയ്യടെ മനമേ, ഞാനിത് പരീക്ഷിക്കാൻ വേയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് താടി ഉണ്ടാകുന്നത് പേഴ്സണലി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം അതിങ്ങനെ വളർന്നു വരണം, അത് കട്ട് ചെയ്യണം, അതിങ്ങനെ വളർന്നു വരണം. കട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ടൈമാണ് പോകണല്ലേ. അപ്പോൾ ഒന്നാമത് എനിക്ക് മുടി തന്നെ വെട്ടാൻ ടൈം കിട്ടില്ല. അതിനിടെ താടിയിട്ട് നടക്കില്ല. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട. ആദ്യം ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസൊക്കെ ഒന്ന് നല്ലൊരു ഫേസ് വാഷൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് നല്ലൊരു ഫേസ് വാഷൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നല്ല രീതിയിലൊന്ന് കഴുകുക. ഓക്കെ, മൊത്തത്തിലൊന്ന് വൃത്തിയിൽ കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 1-2 ഡ്രോപ്പ് അല്ലെങ്കിൽ 2-3-4 ഡ്രോപ്പ് ജസ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് ആക്കുക. ഇതിങ്ങനെ കുശു നമ്മളെ എന്താ പറയുക, എല്ലാ ക്രീമും വരുന്ന മാതിരി കുശു എന്നാക്കി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങളുടെ കയ്യിലേക്ക് 2-4 ഡ്രോപ്പ് ആക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ഡ്രോപ്പ് ആക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. നിങ്ങൾക്കറിയാലോ, വേറെ പ്രത്യേകം ചെയ്യേണ്ട. ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങളുടെ താടിൻ്റെ ചിഹ്നിത ഇവിടെ ഇങ്ങനെ ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാച്ച് വർക്ക് എവിടെയൊക്കെ വേണ്ടത്. സോ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ പറ്റി കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ സ്മെല്ല് അടിപൊളി. ഞാൻ ആദ്യം പെട്ടി തുറന്നപ്പോൾ എന്തൊരു വിക്സിൻ്റെ സ്മെല്ലായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ കൈമേലേക്ക് ആക്കി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്മെല്ലാണ്. ഒരു എന്തോ ഒരു ഫ്രൂട്ടല്ല, വേറെ എന്തോ ഒരു ജെല്ലിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ സ്മെല്ലുകൊണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ചില സംഭവങ്ങളൊക്കെ സ്മെല്ല് ഭയങ്കര മോശമായി, പക്ഷേ ഇതിൻ്റെ അടിപൊളി സ്മെല്ലൊക്കെയാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കയ്യിലാക്കിയിട്ട് നെക്സ്റ്റ് ഇവിടെ മൊത്തം ആക്കുക. താടി നിങ്ങൾക്ക് എവിടെ കാണാൻ താടി വരേണ്ടത് ഇവിടെ മുടി ഒന്ന് ആക്കി കൊടുത്തിട്ടു. ഓക്കെ, അവിടെ ഒന്ന് ആക്കി അവിടെയൊക്കെ താടി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു നമ്മളെ അയ്യത്താ പെണ്ണിനുമാരെ പിന്നെ എന്നെ പറയരുത്, ഡ്യൂഡ് ഇസ് നോട്ട് റെസ്പോൺസിബിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ അത്യാവശ്യത്തിനാക്കുക. ആക്കി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കിടക്കാൻ നേരത്തൊക്കെ രാത്രി തേച്ച് കിടക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് കംഫർട്ട് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ രാവിലെ തന്നെ കുറച്ച് നേരം നിന്നിട്ട് വേറൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് വാഷ് ചെയ്തിട്ടാണ്. ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നുമല്ല, രാത്രി ചെയ്യുമ്പോൾ തന്നെ ഈ ഓയിൽ നിങ്ങളുടെ സ്കിന്നിന് അബ്സോർബ് ചെയ്യണം. അതായത് എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു സ്കിന്നിലേക്ക് അത് കടക്കണം. അല്ലാതെ വെറുതെ പാരറ്റി കുറച്ച് കഴിഞ്ഞിട്ട് കളയരുത്, പിന്നെ വളർന്നെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒന്നെങ്കിൽ താടി മൊത്തം വടിച്ചിട്ടാണ്, അത് മൊത്തം താടി ഒഴിവാക്കുക. ചെറിയ താടികളൊക്കെ ആക്കി രോമം ഉണ്ടാവും ചെറുത്. അപ്പോൾ താടി വരെ മൊത്തമായിട്ട് നിങ്ങൾ വടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ ഒരു സംഭവം കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. ഈ സംഭവം ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പം അതിൻ്റെ ആ ഉള്ളിലേക്ക് പോയി മൊത്തത്തിലൊന്ന് അവിടെ കട്ട പിടിക്കുക. അതായത് സ്കിന്നിനോട് അത് റിയാക്ട് ചെയ്താൽ മാത്രമേ താടി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% ഗൈസ്. ഓക്കെ, ജസ്റ്റ് രാവിലെ എണീറ്റ് മൊത്തം കഴുകിയിട്ടാൽ നല്ലൊരു ഫേസ് വാഷ് ഒന്നുകൂടി യൂസ് ചെയ്ത് മൊത്തം സംഭവം അങ്ങോട്ട് കഴുകിയിട്ടാൽ അങ്ങനെ ഒരു 2-3 ദിവസം ഒരാഴ്ച അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് ഉണ്ടോ. ഇന്നേക്ക് നിങ്ങൾ ചെയ്ത് നോക്കി. ഇത് ഓർഡർ ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഞാൻ താഴത്ത് കൊടുക്കുക. ഇവരുടെ വെബ്സൈറ്റിൽ കയറാം, നിങ്ങൾക്കത് ഓർഡർ ചെയ്യാം. ഇതിൻ്റെ റേറ്റ്, ഇതിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് പറഞ്ഞാൽ 249 രൂപയാണ് ഈ ഒരു വലിയൊരു ബോട്ടിലിന്. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ ഓ മൈ ഗാഡ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതിന് 249 രൂപയാണ്. 249, ഇതിന് 649 അങ്ങനെ 650 രൂപയാണ്. സോ ഇതാണ് നിങ്ങൾക്ക് മെയിനായിട്ട്
ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഇതിങ്ങനെ കയ്യിലേക്ക് ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇത് ഫേസ് വാഷ്, അതായത് താടി വാഷ് ചെയ്യാനാണ്, ബിയർഡ് വാഷ് എന്നാണ് ഇതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തത്. അഫ്കോഴ്സ് ഞാനത് കണ്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ താടി വാഷ് ചെയ്യാനാണ്. ഇത് നിങ്ങൾക്ക് കൈമേൽ ആക്കി തേക്കാനുള്ളതാണ്. അതായത് ഇതിങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ട് മൊത്തത്തിലൊന്ന് കഴുകി വൃത്തിയാക്കുക. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല സ്മെല്ല്. ഇതിൻ്റെ സ്മെല്ല് ഞാൻ അത്ര മണത്തൊക്കെ വലിയ സ്മെല്ലൊന്നും ഇല്ല. ഓക്കെ, ഇതിന് കട്ട സ്മെല്ലാണ്. സോ താടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്രഷ് സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. സോ അതാണ് ഈ ഒരു മസ്റ്റാക് ബിയർഡ് വാഷും അതുപോലെ തന്നെ ഓയിലുമാണ്. അപ്പോൾ ഗ്രോത്ത് ഓയിലാണ്. ഇത് പറ്റാൻ മാത്രം നിങ്ങൾക്ക് എന്താ പറയുക, വലിയ രീതിയിൽ രോമങ്ങളൊക്കെ മുളച്ചിങ്ങനെ വരുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. സോ ഇത് വാങ്ങാൻ ലിങ്ക് കൊടുക്കുക. 250 രൂപ ഒന്നും വലിയൊരു സംഭവമായിട്ട് കരുതണ്ട. കാരണം എന്ന് വെച്ചാൽ താടി വളരാനല്ലേ. താടി ഉണ്ടെങ്കിൽ നമ്മൾ ബുള്ളറ്റും താടി മാസ് എന്നൊരു രീതിയിൽ കുറേ ആൾക്കാർ ജീവിക്കുന്നു. സോ അവർക്ക് വേണ്ടിയാണ്. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ, അവർക്കും വേണ്ടിയിട്ടാണ്. സോ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കട്ട താടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും താടി വളരട്ടെ, എല്ലാവരും താടി ഉണ്ടാവട്ടെ. ഓക്കെ, താടിയില്ലാത്ത രീതിയിൽ ഇനി ആരും നിൽക്കണ്ട. അപ്പം ഇതാണ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, നമ്പറും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ നമ്പർ എല്ലാം ഉണ്ട്. സോ ഒക്കെ ഡിസ്ക്രിപ്ഷനിലുള്ള അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത നല്ലൊരു കിടക്കാച്ച വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.